ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഒരു 4 ചേരുവകൾ കൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. നല്ല ഒരു പുഡിംഗ് ആയിട്ടുള്ളതോ പിന്നെ കേക്കോ അങ്ങനത്തെ ഒരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടോ? അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ബ്രെഡ് ഇങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ആ പാത്രത്തിൽ ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതാ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ പാർലേജ് ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാർലേജ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടാട്ടെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പാർലേജിന് എടുത്തത്. ഇനി ഇതാക്കി കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു ലെയറും കൂടി ബ്രെഡ് വെക്കാം. അതിനുശേഷം ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് അതിട്ടാ പിന്നെ അങ്ങനെ ലെയർ ഇങ്ങനെ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പോവാം. പാലിൽ നല്ല പഞ്ചസാര ഇട്ടിട്ട് നല്ല ഇളക്കിയതാട്ടോ. ആ പാലിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ്. ഓക്കെ, ഇനി ഇത് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ആയിട്ടുള്ളൊരു കേക്ക് അത് നമുക്ക് കഴിക്കാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കഴിക്കാം. നമ്മളെ പാലും മിൽക്ക് മേഡും ബ്രെഡും ബിസ്ക്കറ്റും നല്ലവണ്ണം വലിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.